ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണേ പറഞ്ഞോളൂ. ഇതുപോലെ എന്തെല്ലാം ട്രിക്കുണ്ടെന്നറിയാവോ? 23 വർഷം പെന്തക്കോസിൻ്റെ അകത്ത് നിന്ന് കണ്ടും കേട്ടും പഠിച്ച ട്രിക്കുകളാണ് ഇതല്ല. 2 ദൂത് ഒരു വീട്ടിലടിച്ചാൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വരും. അപ്പോൾ എങ്ങനെ? അപ്പോൾ നമുക്ക് സൈക്കോളജി, നമ്മുടെ തലച്ചോറിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യും ദൂതടിക്കാൻ. അപ്പം ഇതൊക്കെ അറിയാവോന്നാ? അറിയാം. വേറൊന്നുമല്ല. ഇപ്പം നമ്മളിവിടെ 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചല്ല പ്രസംഗിക്കുന്ന, കണ്ണ് തുറന്നാ പ്രസംഗം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് കാല് മടക്കി വെക്കുന്നു, പിന്നെ കാല് തിരിഞ്ഞിരിക്കുന്നു, പിന്നെ ഇങ്ങനെ നൂത്ത് വെക്കുന്നു. അപ്പോൾ നമുക്കെന്തോ മനസ്സിലായി, കാലിൻ്റെ മുട്ടിന്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി കണ്ണു അടച്ച് തലയിൽ ചെന്ന് കൈ വെച്ചിട്ട്, സഹോദരി കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ടായി ആരാധിപ്പിക്കത്തില്ലെന്ന് പോരടിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ആഴിയട്ടെന്ന് പറഞ്ഞാൽ സഹോദരിക്ക് സമാധാനമായി. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറയും. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിട്ട് അച്ഛനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. പുള്ളി പ്രാർത്ഥന അങ്ങോട്ട് പുള്ളിക്ക്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചങ്ങ് പോകും. പിന്നെ അടുത്ത് അങ്ങോട്ട് ഇരുന്നിട്ട് കോമൺ ആയിട്ട് നമുക്ക് ദൂതടിക്കാൻ പറ്റും. എങ്ങനെയാ? നമ്മൾ പറയും, അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ടിട്ട്, അത് പറയേണ്ട ശൈലി പറഞ്ഞാൽ മതി. അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ടിട്ട് മൊർദെഖായിക്ക് വിരോധമായി എഴുതി വെച്ചിരുന്ന രേഖകൾ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തി എഴുതിയതുപോലെ ഈ ബഹ്റിൻ രാജ്യത്ത് നിനക്കെതിരായി അധികാരിയുടെ മേശപ്പുറത്തിരിക്കുന്ന ചില എഗ്രിമെൻറ്റുകൾ, ചില പേപ്പറുകൾ തിരുത്തപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ആത്മാവിൽ അങ്ങോട്ട് സ്പ്രിങ്ങലാകും. അത് കഴിയുമ്പം മിനിമം 2-3 പേര് വന്നിട്ട് പറയും, പക്ഷേ എൻ്റെ വലിയൊരു ബിസിനസ്സിൻ്റെ പ്രോജക്റ്റ് ഇവിടെ ഇരിക്കുക, അത് എനിക്കുള്ള ദൂതായിരുന്നു എന്ന് പറയും. പിന്നെ അവരെ വീട്ടിലോട്ടും പോകാം. അപ്പം ഇങ്ങനെ ജഡത്തിനായി ചിന്തിച്ചാൽ ഇതൊക്കെ അടിച്ച് അത്യാവശ്യമുള്ളത് ഒപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഒരു മനുഷ്യനെ പറ്റിച്ചുണ്ടാക്കുന്ന ഒരു 10 രൂപ പോലും നമ്മുടെ തലമുറ അനുഭവിക്കത്തില്ലെന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു സൈക്കിൾ കിട്ടുമോ, ഒരു 2 വീലർ കിട്ടുമോ, ഒരു കാർ കിട്ടുമോ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഇടത്ത് നിന്ന് ഇന്ന് ദൈവം സകല നന്മകളും തന്ന് മാനിച്ചപ്പോൾ അത് തന്ന കർത്താവിനെ മറന്നിട്ട് ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കുന്ന അനുഭവത്തിലാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായം എഴുതി തുടങ്ങുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവേശുവിൽ, ആ വാക്ക് ശ്രദ്ധിക്കണം, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഏതാ ഈ ക്രിസ്തുവേശുവിൽ ഉള്ളവർ? അതാരാ? ഇപ്പൊ സഞ്ചിയിൽ എന്ന് പറഞ്ഞാൽ സഞ്ചിക്ക് അകത്തോ പുറത്തോ? അകത്ത്. കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ കുപ്പിക്കകത്ത്, അല്ലേ? അപ്പൊ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ നാം യേശുക്രിസ്തുവിനകത്താകുകയും യേശുക്രിസ്തു നമ്മുടെ പുറത്ത് ധരിക്കുകയും. അതിനാ വേദപുസ്തകം പറഞ്ഞ സ്നാനത്താൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിൽ കവർ ചെയ്തുള്ള ഒരു ജീവിതത്തിലേക്ക് ഭക്തൻ വരിക. അതാണ് ഇവിടെ കൊച്ചു സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ കേട്ടെങ്കിൽ പറ, എത്ര പേര് കേട്ടെന്ന്. ആ കൊച്ചു സാക്ഷ്യം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞേ? ഒരുവൻ ക്രിസ്തുവിലായാൽ, അവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അതാ പറഞ്ഞത്. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പം നമ്മൾ സ്വയം പരിശോധിക്കണം, ഞാനിപ്പോൾ ക്രിസ്തുവിൻ്റെ അകത്താണോ, ഞാൻ പരിധി വിട്ട് പുറത്താണോ നിൽക്കുന്നതെന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത്. വചനം കേൾക്കുമ്പോൾ ശിക്ഷാവിധിയില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. അത് നമുക്കറിയാം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ ഇനി നമ്മൾ ആരെ അനുസരിച്ച് ജീവിക്കണം? ജഡത്തെ അനുസരിച്ചല്ല, പിന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിലനിൽക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് കൃത്യമായ ആലോചനകൾ ഇടപെടും. ഇല്ലാത്ത ഒരുത്തൻ പോലും ഇല്ല. ഞാൻ ആദ്യമായിട്ട് US പോകുന്ന സമയത്ത്, അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെയാണല്ലോ കാണുന്നത്. അവിടെ മീറ്റിങ്ങിന് കാറിൽ ഒരാൾ എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒട്ടുമിക്ക കാറുകളിലും ശ്രദ്ധിച്ചൊരു കാര്യം പറയാം.
ഈ വിഷയത്തോട് ബന്ധപ്പെട്ടായതുകൊണ്ട് അത് പറയുന്നത്. ഒട്ടുമിക്ക കാറുകൾ, നമ്മളെല്ലാം ഇവിടുത്തെ കാറിൽ നമ്മൾ കയറുന്ന ഉടനെ മൊബൈൽ എടുത്ത് അവിടെ എവിടെയെങ്കിലും കൊളുത്തിയിടുന്ന പരിപാടി നമ്മൾ നാട്ടിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഒട്ടുമിക്ക കാറുകളിലും ആദ്യം എടുത്തു വെക്കുന്നത് GPS ആണ്. എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ്. റോഡ് എങ്ങോട്ട് നോക്കിയാൽ എങ്ങോട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. വീട്ടിൻ്റെ നമ്പർ അതിനകത്ത് അടിച്ചു ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് നമ്മൾ നിർത്തും. GPS നാവിഗേഷൻ്റെ അത് സെപ്പറേറ്റ്, മൊബൈൽ അല്ലാതെ സെപ്പറേറ്റ് ഒരു പെട്ടി പോലൊരു സാധനം വാങ്ങാൻ കിട്ടും. ചിലർ മൊബൈൽ യൂസ് ചെയ്യും, ചിലർ നാവിഗേഷൻ. ഇതെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാനിങ്ങനെ കാഴ്ചക്കാരനായി ഇരിക്കുന്നുണ്ട്, ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, ഓരോ റോഡിലേക്ക് വണ്ടി കയറുമ്പോഴും ആ റോഡിൽ അനുവദിക്കപ്പെട്ട സ്പീഡ് ലിമിറ്റ് എത്ര ആണെന്ന് ഈ GPS-ൻ്റെ അകത്ത് ഇങ്ങനെ വട്ടത്തിൽ സൈഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് ശ്രദ്ധിക്കുക. അപ്പം ഈ സ്കൂള് അതുപോലൊക്കെ ഉള്ളിടത്ത് വരുമ്പോൾ സ്പീഡ് കുറയ്ക്കുന്ന 40 ലിമിറ്റ് 60 ലിമിറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടു, നമ്മുടെ സമയം പോയതുകൊണ്ട് യോഗത്തിന് പെട്ടെന്ന് പോവുക നമ്മൾ. അപ്പം 60 കിലോമീറ്റർ സ്പീഡ് അനുവദിച്ചിട്ടുള്ള റോഡിലൂടെ സമയം പോയതുകൊണ്ട് ഈ സഹോദരൻ എന്ത് ചെയ്യുക, ഇച്ചിരി സ്പീഡിൽ വിട്ടു. അപ്പം ഞാൻ നോക്കുകയാണ്, 60 എന്നുള്ളിടത്ത് ഈ GPS-ൻ്റെ അകത്ത് 60 കഴിഞ്ഞ് 61 അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ബീപ്പ് 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 എന്ന് പറഞ്ഞ് ഇത് കിടന്ന് നിലവിളിക്കുക. ഏത് GPS കിടന്ന് കീ നടിക്കുക. അപ്പോൾ ഈ സഹോദരൻ ആക്സിലേറ്ററിൽ നിന്ന് കാല് പയ്യെ ഒന്ന് സ്ലോ ആക്കുമ്പോൾ ഇത് 60 നിന്ന് താഴോട്ട് വരുന്നു. ആ ബീപ്പ് എന്ത് ചെയ്തു, നിന്നു. ശ്രദ്ധിച്ചോണേ, മുന്നറിയിപ്പ്. പക്ഷേ എന്നിട്ടും സമയം പോയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വണ്ടി വീണ്ടും അങ്ങോട്ട് ചവിട്ടി വിട്ടപ്പോൾ ഈ 60 എന്നുള്ളത് 61-ലായപ്പോൾ ബീപ്പ് കേൾക്കാൻ തുടങ്ങി. 62 ബീപ്പ് കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 63, 64, 65 കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവൻ്റെ ബീപ്പ് എന്ത് ചെയ്തു, നിന്നു. ശ്രദ്ധിക്കണം, ഇപ്പോൾ പോകുന്നത് തെറ്റാണ് എന്നൊരു മുന്നറിയിപ്പ് GPS കൊടുത്തു. അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പിന്നെയും സ്പീഡ് കൂട്ടി പോയപ്പോൾ GPS മൗനം പാലിച്ചു. അതൊരു മനുഷ്യനാണെങ്കിൽ പറയും, ചെന്ന് കയറിക്കൊടുക, ടിക്കറ്റ് കിട്ടുമ്പോൾ പഠിച്ചോളൂ. അല്ലേ? നോക്കൂ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുന്നത് ഇതുപോലെയാ. നമ്മളൊരു തെറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് കൃത്യമായി ചങ്കിനകത്ത് കുത്തും. നീ ഒരു ദൈവവൈതലാണ്, ഇത് ചെയ്യരുത്, ഇത് പറയരുത്, ഈ വഴി പോകരുത്. അവിടെ കൊണ്ട് നമ്മൾ പുറകോട്ട് കാല് വെച്ചാൽ ശുഭമായി മുന്നോട്ട് പോകും. എന്നാൽ ആ ദൈവശബ്ദം മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കയ്യും കാലും പിടിച്ച് കെട്ടിയിടാനൊന്നും ദൈവാത്മാവ് വരത്തില്ല. അവിടെ പിന്നെ മൗനം പാലിക്കും. പോയി ചെന്ന് കിട്ടുന്നത് മേടിച്ച് പഠിച്ചോ. ദൈവാത്മാവിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം, അറ്റ്ലീസ്റ്റ് നമ്മൾ മലയാളികളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പുറത്തുകാരൻ ചോദിക്കുക എവിടെ പോയി. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ താമസിക്കുന്ന വീട് കുണ്ട്രയാണ്. എനിക്ക് കൊല്ലത്ത് വരെ ടൗണിൽ വരെ പോകാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അയലത്തുകാരൻ ചോദിക്കുക വർഷം എവിടെ പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറയാണ് അതുകൊണ്ടാ കുണ്ട്ര വരെ പോകുന്നു. ഞാൻ എവിടാ പോകുന്നത്? കൊല്ലത്തിന്. അപ്പം ഞാൻ പെട്ടെന്ന് പറയാം കുണ്ട്ര വരെ പോവാം. അത് പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു കുത്തം തീയും വരും. ഉടനെ നമ്മൾ പറയും അല്ല അതുവഴി കൊല്ലം വരെ ഒന്ന്. പെട്ടെന്ന് നമുക്കത് തിരുത്തി നമ്മൾ പറയുന്ന ഒരു വെപ്രാളം നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാത്. ഒരു ചെറിയ കള്ളം പറയുമ്പോൾ പോലും ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലാത്ത ഒരാളും ദൈവമക്കളായിട്ടില്ല. നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ മതി. ചെറിയൊരു കാര്യം നമ്മളെ അത് പിന്നെ കുത്തിക്കൊണ്ടിരിക്കും, അലട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളല്ലാത്തൊരവസ്ഥയിലേക്ക് അത് മാറും. വളരെ കൃത്യമായി, ഇത്രയും കൃത്യമായി ദൈവാത്മാവ് ഇടപെട്ട് നടത്തിയിട്ടും ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ ഇവിടെ പറയുന്നു ജഡത്തെ അനുസരിക്കുന്നവൻ മരിക്കും നിശ്ചയം. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിന്നെ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം. നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെയും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാനുള്ളൊരു ഓട്ടം നമ്മൾ ഈ ഭൂമിയിൽ ഓടിയാൽ ചെന്ന് വീഴുന്നത് ഏത് മരണം? ഇവിടെ പറയുന്ന മരണം എന്താ?
രക്ഷിക്കപ്പെട്ടവന് ജഡത്തിലുള്ള ശരീരത്തിലുള്ള മരണം ഭയമല്ല, അത് പ്രത്യാശയാണ്. ജഡത്തിലുള്ള മരണം ഭയമല്ല. കാരണം ഈ കൂടാരം പൊളിഞ്ഞെങ്കിൽ കർത്താവിൻ്റെ അടുക്കലെത്താൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഭയപ്പെടുന്ന ഒരു മരണമുണ്ട്, രണ്ടാമത്തെ മരണം, നിത്യനരകം. അല്ലേ? ഇവിടെ പറയാം, ജഡത്തിന്റെ ചിന്തയനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരണം, ജഡത്തിന്റെ ചിന്ത മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അടുത്തത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡത്തിന്റെ ചിന്ത നമ്മളെ പിടിച്ചു മുറുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ആരായി മാറിക്കഴിഞ്ഞു? ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ദൈവത്തിന് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ ശത്രുവല്ല. ദൈവത്തിന്റെ ശത്രു ആരേ ഉള്ളൂ? പിശാചേ ഉള്ളൂ. അപ്പോൾ നാം ഇവിടെ ജഡത്തിന്റെ ചിന്തയ്ക്കായി ജീവിക്കുന്നെങ്കിൽ നമ്മൾ ട്രാക്ക് മാറി ആരുടെ പാതയിലേക്ക് പോകുന്നു? പിശാചന്റെ പാതയിലേക്ക് പോകുന്നു. കൃപയിൽ നിന്ന് വീണ് പോകുന്നു. അതുകൊണ്ട് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ ഒരു വിധപ്പെട്ട ആകുലകളൊക്കെ അവിടെ തീരും. നമ്മൾ ജഡത്തിനായി ചിന്തിക്കുമ്പോൾ ആണ് നമുക്ക് ഈ പലത് ഉണ്ടാക്കണം, പല കാര്യങ്ങൾ തലയ്ക്കകത്ത് കയറി ഭ്രാന്താവുന്നു. ദൈവത്തിനുള്ളത് ചിന്തിച്ചങ്ങ് മുന്നോട്ട് പോയാൽ അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ജഡത്തിനുള്ളത് ചിന്തിക്കുക, എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, ഭൗതികമായ പലവിധമാകുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സർജറിയിലൂടെ കടന്നുപോയി. 3 മാസം 4 മാസം വീട്ടിൽ മീറ്റിങ്ങിന് പോകാൻ പറ്റാതെ വീട്ടിൽ കുത്തിയിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല, അതുകൊണ്ട് തന്നെ വേറെ വരുമാന മാർഗ്ഗമില്ല, വീട്ടിൽ കുത്തിയിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേര് പഠിക്കുന്നു, അവർക്ക് ഫീസ് കൊടുക്കണം, വണ്ടിയുടെ ഫിനാൻസ് മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പ്രതിസന്ധി ഇങ്ങനെ തലയെ കൂടെ ഓടുക. ഇതെല്ലാം ഭൗതിക വിഷയങ്ങളാണ്, ഇതൊന്നും ആത്മീയ വിഷയമല്ല. ഇതെല്ലാം ഭൗതിക വിഷയങ്ങളാണ്. ഇതെല്ലാം തലയിലിട്ട് പുകഞ്ഞിട്ട് ബഹ്റിനിലോട്ട് വന്നിറങ്ങുമ്പോൾ ജഡത്തിനുള്ളത് ചിന്തിച്ചാൽ ഇതെല്ലാം അപ്പനെന്ന നിലയിൽ തലയെ കിടന്ന് ഓടുക, അല്ലേ? ഇതെല്ലാം തലയെ കിടന്നിങ്ങനെ ഓടുമ്പോൾ ജഡത്തിനുള്ളത് ചിന്തിച്ചാൽ അത്യാവശ്യം ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉടനെ നമ്മുടെ തലച്ചോറ് പറയും, കുഴപ്പമൊന്നുമില്ല, 2 ദൂതൊക്കെ അടിച്ച് നമുക്കിവിടെ ഉള്ള 2 ദൂത് ഒരു വീട്ടിലടിച്ചാൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വരും. അപ്പോൾ എങ്ങനെ? അപ്പോൾ നമുക്ക് സൈക്കോളജി, നമ്മുടെ തലച്ചോറിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യും. ദൂത് അടിക്കും. അപ്പം ഇതൊക്കെ അറിയാവോന്നാ? അറിയാം. വേറൊന്നുമല്ല, ഇപ്പം നമ്മളിവിടെ 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചല്ല പ്രസംഗിക്കുന്ന, കണ്ണ് തുറന്നാ പ്രസംഗം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് കാല് മടക്കി വെക്കുന്നു, പിന്നെ കാല് തിരിഞ്ഞിരിക്കുന്നു, പിന്നെ ഇങ്ങനെ നൂത്ത് വെക്കുന്നു. അപ്പോൾ നമുക്കെന്തോ മനസ്സിലായി, കാലിൻ്റെ മുട്ടിന്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി കണ്ണു അടച്ച് തലയിൽ ചെന്ന് കൈവച്ചിട്ട്, സഹോദരി കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ടേ ആരാധിപ്പിക്കത്തില്ലെന്ന് പോരടിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ആഴിയട്ടെന്ന് പറഞ്ഞാൽ സഹോദരിക്ക് സമാധാനമായി. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറയും. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിട്ട് അച്ഛനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം, പുള്ളി പ്രാർത്ഥന അങ്ങോട്ട് പുള്ളിക്ക്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചങ്ങ് പോകും. പിന്നെ അടുത്ത് അങ്ങോട്ട് ഇരുന്നിട്ട് കോമൺ ആയിട്ട് നമുക്ക് ദൂതടിക്കാൻ പറ്റും. എങ്ങനെയാ? നമ്മൾ പറയും, അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ടിട്ട്, അത് പറയേണ്ട ശൈലി പറഞ്ഞാൽ മതി. അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ടിട്ട് മൊർദെഖായിക്ക് വിരോധമായി എഴുതി വെച്ചിരുന്ന രേഖകൾ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തി എഴുതിയതുപോലെ ഈ ബഹ്റിൻ രാജ്യത്ത് നിനക്കെതിരായി അധികാരിയുടെ മേശപ്പുറത്തിരിക്കുന്ന ചില എഗ്രിമെൻറ്റുകൾ, ചില പേപ്പറുകൾ തിരുത്തപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ആത്മാവിൽ അങ്ങോട്ട് സ്പ്രിങ്ങലാകും. അത് കഴിയുമ്പം മിനിമം 2-3 പേര് വന്നിട്ട് പറയും, പക്ഷേ എൻ്റെ വലിയൊരു ബിസിനസ്സിൻ്റെ പ്രോജക്റ്റ് ഇവിടെ ഇരിക്കുക, അത് എനിക്കുള്ള ദൂതായിരുന്നു എന്ന് പറയും. പിന്നെ അവരെ വീട്ടിലോട്ടും പോകാം. അപ്പം ഇങ്ങനെ ജഡത്തിനായി ചിന്തിച്ചാൽ ഇതൊക്കെ അടിച്ച് അത്യാവശ്യമുള്ളത് ഒപ്പിച്ചുകൊണ്ട് ഇവിടുന്ന്, ഞാൻ ഈ 5 ദിവസം ഇവിടെ പ്രസംഗിച്ചത് ഓർത്താൽ വെല്ലോം തരാൻ വെച്ചവൻ പോലും മനസ്സിലായി. ഈ 5 ദിവസം എന്നെ സഹിച്ചിരുന്ന നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ, അത് ഞാൻ സമ്മതിച്ചു. കാര്യം നിങ്ങൾക്ക് അവാർഡ് തരണം. അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല നമ്മൾ ഈ 5 ദിവസം ഇവിടെ കേട്ടത്. പക്ഷെ അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട്, അപ്പം നമ്മൾ ആത്മാവിനായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ജഡത്തിനായി ചിന്തിച്ചാൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം, ഇതിപ്പോൾ ഞാൻ 1-2 പറഞ്ഞോളൂ, ഇതുപോലെ എന്തെല്ലാം ട്രിക്കുണ്ടെന്നറിയാവോ? 23 വർഷം പെന്തക്കോസിൻ്റെ അകത്ത് നിന്ന് കണ്ടും കേട്ടും പഠിച്ച ട്രിക്കുകളാണ് ഇതെല്ലാം. അപ്പം ഇങ്ങനെ ഒത്തിരി ട്രിക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ജഡത്തിനായി ചിന്തിച്ചാൽ എന്ത് ചെയ്യാം?
നമുക്കിങ്ങനെയൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു മനുഷ്യനെ പറ്റിച്ചുണ്ടാക്കുന്ന ഒരു 10 രൂപ പോലും നമ്മുടെ തലമുറ അനുഭവിക്കത്തില്ലെന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിലത് വരും, ബാങ്കിൽ കൂടും. പക്ഷെ ഒരൊറ്റ രാത്രി കൊണ്ട് അത് ഇല്ലാതായി പോകാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറയണം. ഒരിക്കൽ ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് എന്ത് ചെയ്തില്ല, നത്തോലി പോലും. ആളിനെ അറിയാവോ? ആരാ? പത്രോസ്. പുള്ളി അധ്വാനത്തിനൊരു കുറവുമില്ല, പക്ഷെ ബാലൻസ് വാട്ടപ്പൂജ്യം അല്ലേ, ഓട്ടസഞ്ചി എന്ന് പറയുന്ന പോലെ. രാത്രി മുഴുവൻ അധ്വാനിച്ച് നത്തോലി പോലും കിട്ടിയില്ല. പുള്ളി ഇങ്ങനെ വല്ലാണ്ടൊക്കെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് വല കഴുകുകയാണെന്നാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ, വല കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി വല്ലാത്ത ഭാരം പുള്ളിക്കുണ്ടാവും. കാരണം പിന്നെ വൈകിട്ട് ബ്ലേഡുകാരൻ കയറി വരത്തില്ലേ, ആരാ? സക്കായി. പുള്ളി പിന്നെ ബ്ലേഡുകാരൻ വരും, സക്കായി. പുള്ളിക്ക് എന്ത് കൊടുക്കും? വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, കൊച്ചുങ്ങളുടെ കാര്യം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് കർത്താവ് അടുത്തോട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ അടുത്ത് വന്നിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ആണ്, അഥവാ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാടൊന്നും അപ്പോഴാർക്കില്ല, അപ്പോഴും കിട്ടിയിട്ട് അത് പിന്നെയാ. അപ്പം പത്രോസിന്റെ ചിന്തയിൽ ഇതാരാ? നസറേത്തുകാരൻ അല്ലേ, നസറായൻ, ഉപദേശി എന്ന് പറയും. പുള്ളി വന്നിട്ട് പത്രോസിനോട് ചോദിക്കുക, പത്രോസെ, നിന്റെ പടകിൽ ഇച്ചിരി സമയം വചനം സംസാരിക്കാൻ സ്ഥലം വേണം. കർത്താവ് അനുവാദം ചോദിക്കാതെ ചാടിക്കയറി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് ദൈവവചനം. മര്യാദയ്ക്ക് തുറന്നില്ല, ഞാൻ ചവിട്ടി തുറന്നകത്ത് വരുമെന്നാണോ? ആണോ? അല്ല. ആരെങ്കിലും തുറന്ന അപ്പോൾ അതൊരു അനുവാദത്തിൻ്റെ ലക്ഷണമാണ്. കർത്താവ് അനുവാദമില്ലാതെ ഓടിച്ചെന്ന് ചാടി കയറുന്ന ആളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചിന്ത പറഞ്ഞ് ഒന്ന് വചനം അപ്പം നോക്കെ, ഈ പടകിനെ വേദപുസ്തകത്തിൽ പലയിടത്തും കുടുംബത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപമിച്ചിട്ടുണ്ട്. ഒരു കുടുംബജീവിതം, ഒരു പടക് എന്ന നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നത്തോലി പോലും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കുന്നവൻ്റെ അടുത്ത് ഉപദേശി വന്നിട്ട് ചോദിക്കുകയാണ്, വീട്ടിലൊരു പ്രാർത്ഥന എന്നതുപോലെയാണ് ഈ സംഭവം. അപ്പം എൻ്റെ ചിന്തയെ പറഞ്ഞാൽ പത്രോസിന് വേണം 2 മറുപടി പറയാം. ഒന്നുകിൽ പിന്നെ ഇങ്ങനെ പറയാം, എന്താ ഉപദേശി, മനുഷ്യൻ ഇവിടെ രാത്രി മൊത്തം കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വീട്ടുകാരും എങ്ങനെയാണെന്ന് ചിന്തിച്ചോണ്ടിരിക്കും, അങ്ങേര് പ്രാർത്ഥന വെക്കാൻ കയ്യിൽ നിന്ന് മേടിക്കാൻ പോയെ എന്ന് വേണം ദേഷ്യപ്പെട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ പെന്തക്കോസുകാർ പറയുന്ന പോലെ ഇച്ചിരി സോഫ്റ്റായിട്ട് പറയാം, പാസ്റ്ററെ നമുക്ക് പ്രാർത്ഥന വെക്കാം, പക്ഷേ ഇപ്പം വേണ്ട. അതെന്നാ, ഒരു ചാകര വരട്ടെ, ഒരു ചാകര വരും പാസ്റ്റർ, ഒരു ചാകര വരട്ടെ. ഒന്നും ഇല്ലേലും വരുന്നവർക്ക് ഒരു ഗ്ലാസ്, എന്താ ആരും ഉണ്ടാകത്തെ, ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊടുക്കുക. അപ്പോൾ അതൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് വീട്ടിൽ പ്രാർത്ഥന. ആയുസിലൊട്ട് ആവത്തുമില്ല, ഉണ്ടായിട്ട് ചെയ്യാനിരിക്കുക, ഉണ്ടാകത്തുമില്ല, നടക്കത്തുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ശൂന്യമായ പടക വചനം പ്രസംഗിക്കാൻ വിട്ടുകൊടുത്തേ. നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മുടെ ഭവനത്തിൽ ദൈവവചനം വെളിപ്പെടേണ്ടത്. ശൂന്യത മാറി പടക് നിറഞ്ഞ കണ്ടോ? ശൂന്യമായിരുന്ന പടക് വചനം പ്രസംഗിക്കാൻ വിട്ടുകൊടുത്തു. അത് നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്ട് അങ്ങോട്ട് പോകുന്നില്ല, ഒരു പോയിന്റ് പറയാനാ. അങ്ങനെ വചനം സംസാരിച്ച് തീർന്നപ്പോഴെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സംസാരിച്ച് തീർന്നപ്പോൾ ശിമോനോട് ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. അവൻ പോയി വല വീശി, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ അടുത്തുള്ള പടകിലുള്ള ആളുകളെ കൂടെ വന്ന് സഹായിപ്പാൻ മാടി വിളിച്ചു. അവരെല്ലാം വന്ന് പടക് മുങ്ങുമാറാകോളം വേണ്ടുവോളം നിറച്ചു. അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചേ. അവരടുത്തുള്ള പടകുകളിലുള്ള ആൾക്കാരെ കൂടെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 പൊങ്ങുമാറാകോളം വേണ്ടുവോളം നിറച്ചു. അതിൻ്റെ അടുത്ത വാക്കാണ് ഞാൻ പറഞ്ഞ വായിക്കാൻ. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. നിൽക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഇച്ചിരി നേരം ഈ പത്രോസിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജിജോ ബ്രദറിനെ നിർത്താൻ പോവാം. ഈ പേര് പുള്ളിയുടെ അറിയുന്നതുകൊണ്ടായി എന്ത് പറഞ്ഞാലും പുള്ളിയെ ഉദാഹരണം എടുക്കുന്നത്. വിരോധമൊന്നും ഉള്ളതുകൊണ്ടല്ല, പേരറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചേ, പത്രോസിൻ്റെ സ്ഥാനത്ത് ജിജോ ബ്രദർ നിർത്തുക. സത്യസന്ധമായ മറുപടി പറയണം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നത്തോല് പോലും കിട്ടിയില്ല. ഹൃദയം ഭാരപ്പെട്ട് വല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഉപദേശി വന്നു പ്രാർത്ഥിച്ച് നത്തോല് പോലും ഇല്ലാത്ത പടകിൽ നെമ്മീൻചൂര കിടന്ന് പെട്ടയ്ക്കുന്നു അല്ലേ. ചാകര നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആളുകളെല്ലാം അവരെല്ലാം വാരി വലിച്ച് നിറയ്ക്കാൻ എല്ലാവരും ഓടിക്കൂടി ഇങ്ങനെ നിൽക്കുക.
സത്യസന്ധമായി പറ, മലയാളി എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും ജിജോ ബ്രദറെ എങ്ങോട്ട് വീഴും? എങ്ങോട്ട് ആരാ പറഞ്ഞു? മീൻ്റെ നെഞ്ചത്തോട്ട് അല്ലേ? അങ്ങോട്ട് അല്ലേ? എവിടാ പത്രോസ് വീണേ? ലഭിച്ച നന്മയുടെ പുറത്തല്ല വീണേ, അത് തന്നവന്റെ കാൽക്കൽ വീണു. മനസ്സിലായോ? അത് ലഭിച്ച നന്മയുടെ പുറത്തല്ല വീണത്, അത് തന്നവന്റെ കാൽക്കൽ വീണു. എന്താ കാര്യം എന്നറിയാമോ? ഇത് കിട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നെന്ന് തലച്ചോറിനകത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഇന്ന് ഒരു നത്തോല് പോലുമില്ലാത്ത അവസ്ഥയിൽ ദൈവകൃപയിൽ ഇറങ്ങി ഈ മഹാരാജ്യത്ത് വന്ന് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്ന് അറിയാതെ, ഒരു സൈക്കിൾ കിട്ടുമോ, ഒരു 2 വീലർ കിട്ടുമോ, ഒരു കാർ കിട്ടുമോ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഇടത്ത് നിന്ന് ഇന്ന് ദൈവം സകല നന്മകളും തന്ന് മാനിച്ചപ്പോൾ അത് തന്ന കർത്താവിനെ മറന്നിട്ട് ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കുന്ന അനുഭവത്തിലാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നത്തോലി ഇല്ലായിരുന്നു, ഇപ്പോൾ നെമ്മേഞ്ചൂര കിട്ടി, സ്ഥിതിയൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല. എങ്ങനെയുണ്ട്? മുമ്പത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച്. നാട്ടിലും ചില മലയാളികളുണ്ട്, പാസ്റ്റർ 1 സെന്റ് ഭൂമി പോലും ഇല്ല, പ്രാർത്ഥിക്കണം, ചാവുക എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ പാസ്റ്റർ ഉപവസിച്ച്, സഭ ഉപവസിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച് 1 സെന്റ് വസ്തു ഇല്ലാത്തവന് 1 ഏക്കർ റബ്ബർ കൊടുത്തു. ഇപ്പം പുള്ളിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല, വെട്ടാൻ പോകണമെന്ന്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാ കേട്ടോ. ഇത് ചിന്തയുടെ ഭാഗമല്ല, കയറി വന്നതുകൊണ്ട് പറഞ്ഞതാ. ചിലപ്പോൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലോ. ഇവിടെ മനസ്സിലായിക്കോണം, ഇവിടെ വന്ന നാൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. അത് തന്ന സകല നന്മയും തന്ന ദൈവത്തെ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഭൗതികമായ ചിന്തയാണെങ്കിൽ പത്രോസ് വീഴേണ്ടത് പടകിലേക്കാണ്. പക്ഷെ അത് തന്ന ദൈവത്തിൻ്റെ കാൽക്കിലേക്ക് വീണു. ഈ മനോഭാവം ദൈവ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കണം. ലഭിച്ച നന്മ സെക്കൻഡറിയാ, അതവിടെ കിടക്കട്ടെ. അത് തന്ന കർത്താവാണ് നമുക്ക് 1-ാം സ്ഥാനം. നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത നിത്യജീവൻ.